താളുകണ്ടം പൊങ്ങിൻചുവട് ആദിവാസി നഗരങ്ങളെ ബന്ധപ്പെടുത്തി KSRTC ബസ് സർവീസ് ആരംഭിക്കുന്നു. ആന്റണി ജോൺ MLAയുടെയും പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പിള്ളിയുടെയും നേതൃത്വത്തിൽ KSRTC ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ KSRTC ബസ്സിൽ യാത്ര ചെയ്ത് പ്രദേശങ്ങൾ സന്ദർശിച്ച് സർവീസിന്റെ സാധ്യതകൾ വിലയിരുത്തി. കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുകണ്ടം നഗറിനെയും വേങ്ങൂർ പഞ്ചായത്തിലെ പൊങ്ങിൻചുവട് ആദിവാസി നഗറിനെയും ബന്ധപ്പെടുത്തിയാണ് KSRTC ബസ് സർവീസ് ആരംഭിക്കുന്നത്. പതിറ്റാണ്ടുകളായി രണ്ട് നഗരങ്ങളുടെയും ജനങ്ങളുടെയും ആവശ്യമായിരുന്നു ഈ മേഖലയിലേക്ക് KSRTC ബസ് വേണമെന്നുള്ളത്. ഞങ്ങളുടെ വേങ്ങൂർ പഞ്ചായത്തിലെ ഈ പൊങ്ങിൻചുവടുള്ള ആദിവാസി കോളനിയിൽ ആദ്യമായാണ് ഒരു ബസ് വന്നത്. ഇന്നാളെ ഒരു ബസ് വന്നതുപോലെ തന്നെ പോവുകയും ചെയ്തു. ഇന്നിപ്പോൾ ഇവിടെ ഈ വേങ്ങൂർ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഒരു അടിസ്ഥാനപരമായി കാണപ്പെടപ്പെടുന്ന ഒരു ബസ് ഞങ്ങൾക്ക് കുട്ടികൾക്കും, അല്ലെങ്കിൽ ഞങ്ങൾ 2000 രൂപ വീതം കോതമംഗലം ടൗണിൽ പോകണമെങ്കിൽ നിസാരം ഒരാളുടെ 30 രൂപയുടെ മരുന്ന് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് 2000 രൂപ മുടക്ക് വരും. അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു ഉപകാരം ചെയ്തിരിക്കുന്നത് നമ്മുടെ MLAമാർ. ഈ ബസ് വന്നത് ഞങ്ങൾക്ക് ഈ പൊങ്ങിൻചുവടിൻ്റെയും താളംകണ്ടം കോളനിയുടെയും ഏകദേശം ഞങ്ങളുടെ ഒരു ജീവൻ ഞങ്ങളെ നിലനിർത്തി എന്ന് വേണം ഞങ്ങൾക്ക് പറയാൻ. ആന്റണി ജോൺ MLAയുടെയും പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പിള്ളിയുടെയും നേതൃത്വത്തിൽ KSRTC ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ KSRTC ബസ്സിൽ യാത്ര ചെയ്ത് പ്രദേശങ്ങൾ സന്ദർശിച്ച് സർവീസിന്റെ സാധ്യതകൾ വിലയിരുത്തി. തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് ആന്റണി ജോൺ MLAയും എൽദോസ് കുന്നപ്പിള്ളി MLAയും അറിയിച്ചു. രണ്ട് ആദിവാസി നഗരങ്ങളിലേക്കുള്ള KSRTCയുടെ സർവീസാണ് ഇപ്പോൾ അതിനൊരു ട്രയൽ. ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഇടമലയാറിൽ എത്തിയിട്ടുള്ളത്. ഒട്ടേറെ കാലങ്ങളായി, വർഷങ്ങളായി ഈ രണ്ട് ആദിവാസി നഗരങ്ങളിലെയും ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ഈ മേഖലയിലേക്ക് ഒരു KSRTCയുടെ സർവീസ് എന്നുള്ളത്. ആദ്യഘട്ട സർവീസ് എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഈ രണ്ട് ആദിവാസി നഗരങ്ങളിലേക്കും ഇന്ന് യാത്ര നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകൃതി രമണീയമായ മേഖല, പ്രത്യേകിച്ച് വനത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ വന്യമൃഗങ്ങളുടെ അടക്കം കണ്ടുകൊണ്ട് കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ ഇടമലയാർ ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറെ മനോഹരമായ കാഴ്ചകളും, പിന്നീട് അതിൻ്റെ തുടർച്ചയിൽ വൈശാലി ഗുഹയും, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങൾ ഈ യാത്രയിലുണ്ട്. ഏതായാലും നല്ല നിലയിൽ തന്നെ ഈ യാത്ര ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അതിന് ഇന്നൊരു തുടക്കം, ഒരു ട്രയൽ സർവീസ്, അതിൻ്റെ ട്രിപ്പ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്നത് ക്രമീകരിച്ചിട്ടുള്ളത്. ഏക ആദിവാസി നഗരമാണ് പൊങ്ങിൻചുവട്. അതോടൊപ്പം തന്നെ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ താളുകണ്ടം ആദിവാസി നഗരം ഇതുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. പെരുമ്പാവൂരിലെ വേങ്ങൂർ പഞ്ചായത്തിൻ്റെ ഭാഗമാണ് പൊങ്ങിൻചുവട്. എങ്കിലും വേങ്ങൂരിലുള്ള ആൾക്ക് പൊങ്ങിൻചുവട് വരുന്നെങ്കിലും പൊങ്ങിൻചുവടുള്ള ആൾക്ക് വേങ്ങൂർ വരണമെങ്കിലും ഇടമലയാർ ഡാമിലെത്തി അവിടെ അവർ കാട്ടിലൂടെ വന്ന് അതിനുശേഷം കോതമംഗലം എത്തി വളരെ കഷ്ടപ്പെട്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് വരാൻ കഴിയുക. ഇവിടുത്തെ യാത്രാ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. കാടിനുള്ളിലൂടെ ഈ 12 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ഇടമലയാറിൽ നിന്ന് പൊങ്ങിൻചുവട് എത്താൻ കഴിയുകയുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ് ഒരു സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ ലാഭകരമല്ലെങ്കിലും KSRTC ബസ് വിടണമെന്ന് താല്പര്യം കാണിക്കുകയും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.